വെച്ചോ, ഞാൻ ചെയ്യുന്നില്ല. എനിക്ക് കംപ്ലീറ്റ് ചെയ്ത് തീരാൻ ഇനിയും വർക്ക് ഉണ്ട്. പക്ഷേ ഐ വിൽ ഹെൽപ്പ് യു. എങ്ങനെ അവനോട് നോ പറയും? അയ്യോ, എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല, ഇന്ന് എനിക്ക് ഫീസ് അടയ്ക്കണമായിരുന്നു. അതിന് കുഴപ്പമില്ല, നീ വെച്ചോ, ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. ലൈഫിൽ ഇതുപോലെ നോ പറയാൻ ബുദ്ധിമുട്ടുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ടും ഒന്ന് കാണണേ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചാല് ലേൺ ടു സേ നോ. എങ്ങനെയാണ് നോ പറയുക? കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാനൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ആയിട്ട്. സ്റ്റോറി എന്താന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലെസൺ കണ്ടപ്പോൾ ജസ്റ്റ് ഫോട്ടോ എടുത്തിട്ട് സ്റ്റോറി ഇട്ടതാണ്. ആ ലെസൺ എന്തായിരുന്നു എന്ന് വെച്ചാൽ ലേൺ ടു സേ നോ. ഇതായിരുന്നു ആ ലെസൺ. സ്റ്റോറി ഇട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും പതിവിലും ആളുകൾ ആ സ്റ്റോറി ലൈക്ക് ചെയ്യാനും 2-3 പേര് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഏതാ ബുക്ക് എന്നൊക്കെ. സത്യം പറഞ്ഞാൽ ഇതെല്ലാം അവർക്കും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് എനിക്കപ്പോൾ മനസ്സിലായി. നമ്മൾ മാത്രമല്ല ഈ നോ പറയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് നടക്കുന്ന നമുക്ക് ചുറ്റുമുള്ള ആളുകൾക്കും ആ ഒരു ബുദ്ധിമുട്ട് ലൈഫിൽ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. പലരുടെ ജീവിതത്തിലും അത് പലതരത്തിലാണ് എന്നുള്ളതായിരിക്കാം വ്യത്യാസം. പക്ഷെ എല്ലാവർക്കും ഉള്ള ബുദ്ധിമുട്ട് എന്താന്ന് വെച്ചാൽ ഈ നോ പറയാനുള്ള ബുദ്ധിമുട്ടാണ്. യെസ് ഓർ നോ, എത്ര സിമ്പിൾ വേർഡ് അല്ലേ? പക്ഷേ ഇതിൽ ഏതെങ്കിലും ഒന്ന് തെറ്റായിട്ട് നമ്മൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നെ കാര്യം നോക്കണ്ട. ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ ചൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾക്ക് ആദ്യം ആ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. എന്താണ് ആ ക്വസ്റ്റ്യൻ? ആ ക്വസ്റ്റ്യൻ നമ്മുടെ ലൈഫിൽ എത്രത്തോളം റെലവൻ്റ് ആണ് എന്നുള്ളത് ആദ്യം ഒന്ന് അനലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ യെസ് അല്ലെങ്കിൽ നോ ചൂസ് ചെയ്യാൻ. ഇതൊന്ന് നമ്മൾ തെറ്റായിട്ടൊന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിന് പിന്നാലെ മറ്റൊന്നായിട്ട് അതിൻ്റെ ഭവിഷ്യത്തുകൾ ബേക്കിൽ വന്നുകൊണ്ടിരിക്കും. ഞാനീ പറയുന്നത് നിങ്ങളിൽ കാണുന്ന പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. അത് 100% ഉറപ്പുള്ള കാര്യമാണ്. എൻ്റെ ഒരുപാട് ഫ്രണ്ട്സും അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സും എല്ലാവർക്കും ഈ ഒരു പ്രോബ്ലം ഉണ്ടടാ, അത് ഭയങ്കരമായിട്ടുള്ള സത്യമാണ്. സോ നമ്മൾ നോ പറയാൻ പഠിച്ചേ പറ്റൂ. ഈ ബുക്കിനകത്തും എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഹെഡിങ് പോലെ തന്നെ ലേൺ ടു സേ നോ. നോ പറയാൻ പഠിക്കുക. ഇപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് എന്ത് ഫീൽ ചെയ്യും? അവർ നിരാശപ്പെടുമോ ഞാൻ നോ പറഞ്ഞാൽ? അല്ലെങ്കിൽ നോ പറയുന്നത് ശരിയാവുമോ എന്നൊക്കെ ആലോചിച്ച് നമ്മൾ അങ്ങോട്ട് യെസ് പറയും. അവിടെ നഷ്ടമാവുന്നത് നമുക്ക് നമ്മുടെ സമയമായിരിക്കും. നമ്മുടെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വേണ്ടാന്ന് വെക്കേണ്ടി വരും. പക്ഷെ എന്നാലും നമ്മൾ അവരെ നിരാശപ്പെടുത്തരുത് എന്നോർത്ത് പല കാര്യങ്ങളും ഇതുപോലെ ചെയ്യും. ലാസ്റ്റ് നമ്മുടെ ലൈഫിൽ തന്നെ നമ്മൾ സ്ട്രെസ് ആവും. അതുപോലെ നമ്മുടെ സമാധാനം നഷ്ടപ്പെടും. നമ്മൾക്ക് സന്തോഷമേ കിട്ടില്ല. നോ പറയാൻ ചെറുതായിട്ടെങ്കിലും പഠിച്ചാൽ തന്നെ പകുതി സമാധാനവും സന്തോഷവും വരും എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഫോണിലേക്ക് കോൾ വരികയാണ്, ഏട്ടാ നമുക്കൊന്ന് ഷോപ്പിങ്ങിന് പോവാം, വേഗം വായോ എന്ന് പറഞ്ഞിട്ട്. ചിലപ്പോൾ നമ്മുടെ മറുപടി പോലും കേൾക്കാൻ നിൽക്കില്ല, വരും എന്നുള്ള പ്രതീക്ഷയിൽ. പക്ഷെ നമുക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നോ പറയാൻ പറ്റില്ല. അയ്യോ അവന് വിഷമാവും, ഞാൻ പോയില്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് നമ്മളുടെ ഷെഡ്യൂൾ ആയിട്ട് വെച്ചുള്ള നമ്മുടെ സ്റ്റഡി എല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ അവരുടെ കൂടെ പോകും. പിന്നീട് ആ ദിവസവും പോയി. പിന്നീട് വരുമ്പോൾ നമുക്ക് എന്താ, നമ്മൾ അയ്യോ ഇതൊന്നും കഴിഞ്ഞില്ല, പിന്നീട് നമ്മൾ വിഷമിച്ചിരുന്നിട്ടോ അല്ലെങ്കിൽ നമ്മൾ സന്തോഷമില്ലാഞ്ഞിട്ടോ വല്ല കാര്യമുണ്ടോ? ഇതുപോലെയുള്ള പല ആളുകളെയും എനിക്കറിയാം. എൻ്റെ ഫ്രണ്ട് സർക്കിളിലും അല്ലാതെയും ഒത്തിരി പേരെ. നോ പറയുന്നുണ്ട് നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ പൂർണ്ണമായിട്ട് നിരസിക്കുകയൊന്നുമല്ല. നമ്മൾക്ക് ജെന്യൂൻ ആയിട്ടുള്ള റീസൺ ഉണ്ടല്ലോ. സോ നമ്മളത് പറഞ്ഞ് അവതരിപ്പിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഒരാൾ ചോദിക്കുമ്പം വേഗം ഇതിൽ ഏതെങ്കിലും എസ് ഓർ നോ എന്ന് ചൂസ് ചെയ്യാതെ അത് നമ്മുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് നോക്കി ചൂസ് ചെയ്താലും മതി. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. ഇതുപോലെ പല കാര്യങ്ങളും നമുക്ക് റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് ഒട്ടും ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ലാത്ത സമയത്ത് പോലും നമ്മൾ ഒരാൾ ഹെൽപ്പ് ചോദിക്കുമ്പോൾ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യുക. പിന്നീട് നമ്മുടെ ഒരു അർജൻറ്റ് സമയത്ത് നമുക്കൊന്നും തിരിച്ചു കിട്ടാതിരിക്കുന്ന ഒരു അവസ്ഥ. അതുപോലെ നമ്മൾ ഓവർ വർക്കൊക്കെ എടുത്ത് ടയേർഡായിട്ടിരിക്കുമ്പം നമ്മുടെ ഫ്രണ്ടിൻ്റെ വർക്ക് കൂടെ ഒന്ന് ചെയ്തു തരുമോ ചോദിക്കുക. അപ്പം നമുക്ക് നോ പറയാൻ പറ്റില്ല. ഞാൻ നോക്കാം, അല്ലെങ്കിൽ ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ട് അതുകൂടെ എടുക്കുക. ചെറുപ്പത്തെ എനിക്കുണ്ടായിട്ടുള്ള ഒരു കുഞ്ഞൊരു അനുഭവമാണ് കേട്ടോ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. അത് വേറൊന്നുമല്ല, 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും എങ്ങാണ്ടായിട്ടാണ്. നമ്മളെല്ലാവരും ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് എനിക്ക് ഒരു പെൻസിൽ തന്നെ ഉണ്ടായിരുന്നുള്ളൂ.
അപ്പൊ അന്ന് ആ പെൻസിൽ വാങ്ങിക്കാൻ തന്നെ നമ്മൾ ചിലപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെ ആയിരിക്കും പെൻസിൽ വാങ്ങിക്കുക. ഒരു കുഞ്ഞ് ഇൻസിഡന്റ് ആണ്, അപ്പൊ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ വരച്ചുകൊണ്ടിരിക്കുമ്പം എൻ്റെ കൂട്ടുകാരിയാണെങ്കിൽ അവൾ പെൻസിൽ കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ അവളിങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നീ ആദ്യം വരയ്ക്ക്, അത് കഴിഞ്ഞിട്ട് ഞാൻ വരയ്ക്കാം എന്ന് പറഞ്ഞിട്ട് ആ പെൻസിൽ കൊടുത്തു. പെൻസിൽ കൊടുത്തപ്പോൾ അവൾ വേഗം അത് വരച്ച് കംപ്ലീറ്റ് ചെയ്തു. പെട്ടെന്ന് ടീച്ചർ വന്നിട്ട് വേഗം വരച്ചതൊക്കെ കാണിക്കൂ എന്ന് പറഞ്ഞ് കാണിച്ചു. ഞാൻ മാത്രം ഇങ്ങനെ ഒരു ബ്ലാങ്ക് പേജ് കൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് ടീച്ചർ എൻ്റെ ചെവിക്ക് പിടിച്ചിട്ടൊന്ന് ഇരുന്നു. അന്ന് ഞാൻ ഭയങ്കരമായിട്ട് കരയും എല്ലാം വിഷമവും ഒക്കെ ആവുകയും ചെയ്തെങ്കിലും പെൻസിലില്ല എന്ന് പറഞ്ഞതൊന്നും ആരും കേട്ടൊന്നുമില്ല. അന്ന് എനിക്കത് ഭയങ്കര വിഷമമായി. അത് എല്ലാവരുടെ മുമ്പിൽ വെച്ച് നമ്മളിങ്ങനെ ഇങ്ങനെ അടിക്കുകയോ തല്ലുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഒരു വിഷമം ചെറുപ്പത്തൊക്കെ ഉണ്ടാവില്ല, അതുപോലെ ഒരു കുഞ്ഞ് ഇൻസിഡന്റ് ആണ്, പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞതാണ്. ഇതുപോലെ നമ്മുടെ ആവശ്യങ്ങൾ മറന്നുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്തിട്ട് നമ്മൾ വിഷമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ, അതിനെയൊന്നും ഞാനിപ്പം പ്രോത്സാഹിപ്പിക്കില്ല. കാരണം ഇങ്ങനെ മാറ്റിവെച്ച് ഞാൻ പല കാര്യങ്ങളും മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളിൽ ഓരോരുത്തർക്കും ഓരോ തരത്തിൽ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതും എനിക്കറിയാം. സോ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് വേണം മറ്റുള്ളവരെ സഹായിക്കാൻ. അല്ലെങ്കിൽ നമ്മൾ അവസാനം നമ്മളോട് തന്നെ ഒരു റിഗ്രറ്റും ദേഷ്യവും സങ്കടവും ഒക്കെ കൊണ്ട് നമ്മൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് പോകുമെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഹേർട്ട് ചെയ്യണം എന്നുള്ളതല്ല, എല്ലാവരെയും നമ്മൾക്ക് സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. പക്ഷേ നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടാവണം, എന്നിട്ട് അവർക്ക് വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരിക്കലും ഹേർട്ട് ചെയ്യേണ്ടി വരില്ല, അല്ലെങ്കിൽ ആരും നമ്മളിങ്ങനെ ഇതുപോലെ ബ്ലെയിം ചെയ്യോ ഒന്നും ചെയ്യില്ല. സോ നമ്മൾ നമ്മുടെ കാര്യം ചെയ്തിട്ടുണ്ട്, അവരും ഒപ്പം നമ്മളോടൊപ്പം ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പം നോ എന്ന് പറഞ്ഞപ്പം എനിക്ക് ഈ ഒരു കാര്യമാണ് ഓർമ്മ വരുന്നത്. അതൊരിക്കലും എന്നോട് ചോദിച്ചിട്ടല്ല, ഞാൻ അറിഞ്ഞ് ചെയ്തൊരു ഹെൽപ്പാണ്. അവിടെ നമ്മൾക്ക് ചെറിയൊരു സെൽഫിഷ് ആവാം അല്ലേ, ഒരുപാട് ഇമോഷണലി കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവരോടും നോ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒരു പ്രാവശ്യം നമ്മളതൊന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊരു ബുദ്ധിമുട്ടായി മാറില്ല. ആരെയും ഹേർട്ട് ചെയ്യാതെ നമ്മളത് പൊളൈറ്റ് ആയിട്ട് അവതരിപ്പിക്കുക. നമ്മൾ ആദ്യത്തെ പ്രാവശ്യം ഇനിയിപ്പം 99 പ്രാവശ്യം വരെ ഹെൽപ്പ് ചെയ്തു, 100ാമത്തെ പ്രാവശ്യമായിരിക്കും ഒന്ന് നോ പറയുക. അങ്ങനെ നോ പറയുമ്പോഴും നമ്മൾ ഈ 99 പ്രാവശ്യം ചെയ്തു എന്നുള്ളതൊന്നും ആരും ഓർക്കില്ല. ലാസ്റ്റ് നീ എന്തുകൊണ്ട് എന്നെ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒറ്റപ്പെടുത്തുന്നവരായിരിക്കാം കൂടുതലും പേരും. എല്ലാവരും അങ്ങനെയാണെന്നല്ല. സോ നമ്മൾ ലേൺ ടു സേ നോ. ഇപ്പം നമ്മൾ പൈസയൊക്കെ കടം കൊടുക്കുമല്ലോ, എന്നിട്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് ചോദിക്കുമ്പം തിരിച്ചു കിട്ടില്ല. 100 എക്സ്ക്യൂസസ് ഒക്കെ പറയും, നമ്മുടെ ആവശ്യങ്ങളൊക്കെ അവിടെ പെൻഡിങ്ങിൽ നിർത്തും. എനിക്ക് അങ്ങനെയുള്ള ഒരുപാട് പേരെ അറിയാട്ടോ. പക്ഷെ ഇതൊന്നും അവർക്ക് ഒരുപാട് റിച്ച് ആയിട്ടോ അല്ലെങ്കിൽ ഒരുപാട് മണി ഉണ്ട് എന്ന് കുറച്ച് കൊടുത്ത് സഹായിക്കാം എന്നോർത്ത് കൊണ്ട് കൊടുക്കുന്നതല്ല. ഇതേപോലെ ഈ നോ പറയാൻ മടിയുള്ളത് കൊണ്ട് മാത്രം എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു എക്സാമിന് ഫീസ് അടയ്ക്കാൻ മാറ്റിവെച്ച പൈസയാണ്, കുഴപ്പമില്ല, അവൻ ആ സമയമാകുമ്പോഴേക്കും എനിക്ക് തരുമല്ലോ, അവൻ്റെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറഞ്ഞു കൊടുക്കും. പക്ഷേ നമ്മുടെ എക്സാമിൻ്റെ സമയം കഴിഞ്ഞാലും നമ്മുടെ എക്സാം കഴിഞ്ഞാലും നമുക്കത് തിരിച്ചു കിട്ടില്ല. പകരം നമ്മൾ വിളിച്ചാൽ ബ്ലോക്ക് ആക്കും, നമ്മുടെ കോൾ എടുക്കില്ല, അങ്ങനെയുള്ളൊരവസ്ഥ. ഇത് പറയാൻ കാര്യം എനിക്കറിയുന്ന ഒരുപാട് പേര് ഇങ്ങനെ ബുദ്ധിമുട്ടുന്നുണ്ട്. നമ്മൾ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഒട്ടും പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ നമ്മൾ അവർക്ക് പറഞ്ഞു മനസ്സിലാവുന്ന രീതിയിൽ നോ പറയുക. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ലൈഫിൽ ഒരുപാട് സ്ട്രെസ്സും എല്ലാം എടുത്തിട്ട് നമ്മൾ പിന്നെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. നമുക്ക് പിന്നെ ഒരു സന്തോഷം കാണില്ല. പിന്നെ എല്ലാ ആളുകളും മനസ്സിലാക്കാത്ത ആളുകളൊന്നും അല്ലല്ലോ. നമ്മൾ റിയൽ ആയിട്ട് നോ പറയുമ്പം അവരത്രയും ജെന്യൂൻ ആയിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. അവരൊരിക്കലും അത് ഹേർട്ടായിട്ട് എടുക്കില്ല. അതേസമയം നമ്മളുടെ എസ് മാത്രം പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആളുകളാണെങ്കിൽ നമുക്ക് ആ റിലേഷൻഷിപ്പ് ചിലപ്പോൾ കട്ടാക്കേണ്ടി വരും. കാരണം അവർക്ക് നമ്മുടെ എസ് മാത്രം കേൾക്കാനാണ് ആഗ്രഹം. നോ പറയുക എന്നുള്ളത് കൊണ്ട് ഒരാളോട് റൂഡായിട്ട് നോ എന്നുള്ളത് നമ്മളിങ്ങനെ അങ്ങനെ പറയുക എന്നുള്ളതല്ല. നമുക്ക് എപ്പോഴും നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തണം, നമ്മുടെ റിലേഷൻഷിപ്പ് സേഫ് ആവണം, എല്ലാം നമ്മൾ നോക്കിയിട്ട് ഭയങ്കര പൊളൈറ്റ് ആയിട്ട് നമ്മൾ പറയാം. എല്ലാവരെയും നമ്മളിങ്ങനെ പ്രീതിപ്പെടുത്താൻ നിന്നാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ പലപ്പോഴായിട്ട് ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പം ചെറുതായിട്ടെങ്കിലും റിഗ്രറ്റ് തോന്നും. അല്ല, അങ്ങനെ തോന്നില്ല, ഞാൻ ഹാപ്പിയാണ് അവരെ ഹെൽപ്പ് ചെയ്യുന്നതെങ്കിൽ ഓക്കെ. ബട്ട് നമ്മൾ നമ്മുടെ ഷെഡ്യൂളും നമ്മുടെ ടൈമും നമ്മുടെ എനർജിയും എല്ലാം മാറ്റി വെച്ചിട്ട്
നമ്മൾ നമ്മുടെ കാര്യങ്ങളൊന്നും ചെയ്യാതെ ഇങ്ങനെ നോ പറയാൻ മാത്രം മടിച്ചുകൊണ്ട് പല കാര്യങ്ങളും യെസ് പറയുന്നതിനോടാണ് ഈ ഉള്ള കാര്യങ്ങളൊക്കെ. അതർവൈസ് ഇറ്റ്സ് ഓക്കെ ടു സേ യെസ്. എപ്പോഴും നമ്മൾ ഓർക്കുക, നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം അത്ര ഇമ്പോർട്ടൻ്റ് ആണോ, ഓക്കെ ആണോ, എനിക്ക് എന്തെങ്കിലും ഫ്യൂച്ചറിൽ സ്ട്രെസ് എടുക്കേണ്ടി വരുമോ, സ്ട്രഗിൾ ചെയ്യേണ്ടി വരുമോ, അല്ലെങ്കിൽ എൻ്റെ സമാധാനം പോവുമോ എന്നുള്ളതൊക്കെ ആലോചിക്കുക. നോ പറയേണ്ടടുത്ത് നോ തന്നെ പറയുക. ചെറുതായിട്ടെങ്കിലും നോ പറയാൻ പഠിക്കുക. ഈ പറഞ്ഞിട്ടുള്ളതിൽ നിങ്ങൾ ഏത് കാര്യങ്ങളാണ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതെന്ന് പറയണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ദ ആർട്ട് ഓഫ് ലേസ്നെസ് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കിലെ ഒരു ലെസൺ ആണ് ലേൺ ടു സേ നോ. സോ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ഒരു സെൽഫ് അവെയർനെസ്. സോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇൻഫർമേറ്റീവ് അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഗൈസ്. ബൈ.